സോ ഇന്ന് ഞാൻ വീണ്ടും സെൻറ്റ് ജോസഫിലേക്ക് പോവാണ്. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അവിടുന്ന്. പിന്നെ പുതിയ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ടെക്സ്റ്റൊക്കെ കൊടുക്കണം. ഇടിച്ച് തെറിപ്പിക്കും. എന്താ? ഹലോ, ഓപ്പൺ കർ ദോ. ആ സോ അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് സാലറിയിൽ നിന്ന് ഒരു 4800 റുപ്പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ പേരിലായിരുന്നു അത് കട്ട് ചെയ്തത്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് പോയിട്ട് നമ്മൾ ബാങ്കിൽ പോയി മാറണം. മാറിയിട്ടാണെങ്കിൽ ഞങ്ങളിവിടെ നിന്നപ്പോൾ ഒരു 1700, അതായത് 2 ഗ്യാസിൻ്റെ പൈസയാണ്. പക്ഷേ നമ്മൾ ഒരു ഗ്യാസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഗ്യാസ് നമ്മൾ 2 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് നമ്മൾ ഇവിടുന്ന് പോകുമായിരുന്നല്ലോ. അതുകൊണ്ട് ചെക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോയി മാറി ആ പൈസ ഇവിടെ തിരിച്ചു കൊണ്ടുവിട്ടു. അങ്ങനെ ബാങ്കിലോട്ട് പോകാൻ നമ്മൾ മോഹിത്തിൻ്റെ അനിയൻ ഹർഷനെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം ഹർഷനോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ആക്സിസ് ബാങ്കിലേക്ക് പോയി. അതാണ് BMCയുടെ ഫ്രണ്ടിലുള്ള ബാങ്ക് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മുടെ കൂടെ മോഹിത്തായിരുന്നു വന്നത്. കാരണം ജോൽ എന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോയായിരുന്നു. അപ്പോൾ നമ്മളോട് മോഹിത്ത് വന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ തന്നെ നേരെ ജോലിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ സ്കൂളിലേക്ക് പോയി. ജോൽ എൻ്റെ കൂടെ വീണ്ടും ബാങ്കിലേക്ക് പോകും. പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ല, എൻ്റെ കോപ്പി എടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം നോക്കിയതിന് ശേഷമാണ് പിന്നെ നോക്കുമ്പോൾ എൻ്റെ പുറകിലാണെങ്കിൽ സ്കൂളിൻ്റെ സീലും അതുപോലെ പ്രിൻസിപ്പലിൻ്റെ സീലും ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും ഇടാൻ വേണ്ടി നമ്മൾ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് തന്നെ വന്നു. സ്കൂളിൽ വന്നിട്ട് പിന്നെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ. പിന്നെ നമ്മൾ സ്കൂട്ടിയിലല്ല പോയത്, നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് വീണ്ടും ബാങ്കിൽ പോയി അത് വീണ്ടും ചെക്ക് റീസബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചു. തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ കൊണ്ട് കൊടുത്തു. ഹായ് അനായ, പൂരബ്, ഹായ്, कैसे हो? हाँ आ गई। क्या खाया पूरब? हेलो पूरब जी। हेलो। നമ്മളിവിടെ ചോട്ടുപയ്യനെയും പൂരവനെയും കണ്ട് നമ്മൾ കുറേ നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വെളിയിലാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്നും നമ്മൾ വന്നതിൻ്റെ സന്തോഷം കൊണ്ടാണോ ഇല്ലെന്ന് അറിയത്തില്ല, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ കുറേ നേരം സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ വരാന്തയിലൊക്കെ നിന്ന് ഇങ്ങനെ മഴ ആസ്വദിച്ചു. പിന്നെ നമ്മുടെ നയൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ ആയിരുന്നു. പിന്നെ ലിറ്റി ബയ്യോട് കാര്യം പറഞ്ഞു. ഓക്കെ ദീദി, ബൈ ബൈ ബോലോ, ബൈ ബൈ. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സ്റ്റേഷൻ സൈഡിലോട്ട് വിട്ടു. നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ജോലിലൂടെ നേരെ നമ്മുടെ സ്റ്റേഷൻ സൈഡിലുള്ള ഒരു ഗുഡു എന്ന് പറഞ്ഞിട്ട് കടയുണ്ടല്ലോ, അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. നമ്മൾ പണ്ടൊരിക്കൽ ഞാനും അബ്രാമിയും കിരണും എല്ലാം നമ്മളവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അന്ന് ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടെത്തി. അപ്പോൾ മെനു കാർഡ് നോക്കിയിട്ട് നമുക്ക് കൺഫ്യൂഷനായിരുന്നു, ഇന്ന് എന്താ വാങ്ങണ്ടേ എന്നുള്ളത് കൺഫ്യൂഷൻ. അപ്പോൾ ലാസ്റ്റ് ഇഡലി വാങ്ങാമെന്ന് എൻ്റെ ഇതിൽ എനിക്ക് ഇഡലിയും അവൻ മഞ്ചൂരിയനും. ഇത് മറ്റേ സിനിമയിലെ കൂട്ട് ദൊഡലിയാണ്. ദോശയും ഇഡലിയും കൂടെ ചേർന്നിട്ട് ഒന്ന് ഇളക്കിയടാ. 2 ഇഡലി കാണട്ടെ. എത്ര ഇഡലി ഉണ്ട് അതിനകത്ത്? 2 ഇഡലിക്കാണ് ഗായ്സ്. എത്ര രൂപയായിരുന്നു? 60, 70, 100 അങ്ങനെ. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ഈ പാത്രത്തിലേക്ക് കൂട്ടി 2 ഇഡലി കൊണ്ടുവെക്കുന്നു, ഇവിടെ ഒരു സാമ്പാർ വെക്കുന്നു, അങ്ങനെയായിരുന്നു കഴിച്ചത്. എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി. ഇതെങ്ങനെ മുറിക്കാൻ പറ്റും? ഇത് പൊട്ടിച്ചിട്ട് കുഴച്ചടിക്കാനാണ് ഗായ്സ് എൻ്റെ തീരുമാനം. വേറൊരു വഴിയില്ല. ഇഡലി ഷേക്ക് ഉണ്ടാക്കും. ഇഡലി ഷേക്ക് ഇൻഗ്രീഡിയൻറ്റ് ഇഡലിയും സാമ്പാർ മാത്രം മതി. അങ്ങനെ മഞ്ചൂരിയൻ കാണാനില്ല, വെള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ മതി. മഞ്ചൂരിനകത്തുണ്ട് കേട്ടോ. ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അതേ കളറും ടെക്സ്ചറും ഒക്കെയാണ്, പക്ഷെ അതല്ല അല്ലേ? അവർ തോന്നില്ലേ നല്ല എന്താ പറയാ, അതെ, ഈ വരട്ടിയതില്ലേ, ആ അതെ, വരട്ടിയ സംഭവം. അപ്പോൾ ജോയലിൻ്റെ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. ജോയൽ കഴിക്കട്ടെ. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാത്രത്തിൽ സാമ്പാർ പോലും ബാക്കിയില്ല, അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം ജോയലിൻ്റെ പാത്രം അവൻ കാണിക്കുന്നുണ്ട്, അവൻ കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് കാണിക്കാൻ നാണക്കേട്.
പിന്നെ നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ജീരകമുട്ടായി അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഇഡലിയും പിന്നെ ആണെങ്കിൽ മഞ്ചൂരിയനും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്കൊരാഗ്രഹം, നമുക്ക് എന്തെങ്കിലും ദാഹശമനി കുടിക്കണം. അതെന്താണെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ, അത് നമ്മുടെ സ്ഥിരം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കരിമ്പിൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് വീണ്ടും കരിമ്പിൻ ജ്യൂസ് എത്തിയിട്ടുണ്ട്. വെള്ളം ചാടി കിടക്കണം. ചോയിൽ വെള്ളം ചാടാതെ നമ്മുടെ മധുശാല. ഓരോരോ ക്രിയേറ്റിവിറ്റി ഒരു ചെറിയ 3 സാധനമേ ഉള്ളൂ, പക്ഷെ ക്രിയേറ്റിവിറ്റി ഓൺ ടോപ്പ്. ഒരു ക്രോട്ടൻ്റെ ഇല ഉണ്ട്, പിന്നെ ഒരു മഞ്ഞപ്പൂ, അതൊന്നുമില്ല. ഇത് ഒരെണ്ണത്തിൽ മാത്രമല്ല, ഇവിടെ 2 ഇല മാത്രമേ ഉള്ളൂ. ഇവിടെ 4 ഗ്ലാസ്. വ്ളോഗർ. കളർ എന്താ അങ്ങനെ ബ്ലാക്ക് കളറിലായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും, നമ്മൾ സ്ഥിരം ഇവിടെ കഴിക്കാൻ വരാറുണ്ടായിരുന്ന ഒരു കടയായിരുന്നേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പണ്ടൊക്കെ ബദാം ഷേക്കും കാജു ഷേക്കും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാംഗോ ഷേക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് പനിയായിരുന്നു, അവനും പനിയാണ്. എങ്കിലും നമ്മൾ വൈകിട്ട് അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് യാത്ര.